വേണ്ട, അമ്മച്ചിക്കറിയോ പള്ളിപ്പറമ്പിലിട്ട് പട്ടിയെ തല്ലുന്നവരെ ഞങ്ങൾ തല്ലിപ്പോ അച്ഛനോടൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരാ അമ്മച്ചി മാറും. ഇറങ്ങി വേണം. ഇഞ്ചക്കണ്ട മക്കളെ രണ്ടാണെങ്കിലേ നമ്മളെ 3 പേരുണ്ടാ. അതിലൊരുത്തൻ ചായന്നെങ്കിൽ ചാവട്ടെ. ഇവിടുത്തെ എച്ചിൽ നിന്ന് വന്ന പട്ടിയുടെ അടിമതി ജീവിതം നമുക്ക് വേണ്ട. ഇറങ്ങി വേണം. പോണ്ട, നിനക്ക് പരിയാ നീ വരണ്ട. ഞാൻ മാറില്ല. മാറിക്കല്ലോ പറയുന്ന കേൾക്കില്ല. എങ്ങോട്ടാടാ? ചെല്ലടാ ചെല്ല്, പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ. കിട്ടിയൊന്നും മതിയായില്ലേ നിനക്കൊക്കെ? എടാ, അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല, നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട്. അങ്ങോട്ടിപ്പോ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകയില്ല. എന്താടാ, പോകുന്നില്ലേ? ചെല്ലടാ. എടാ, കരുത്തുകൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട്, ബുദ്ധി. അതാ നിനക്കൊക്കെ ഇല്ലാതെ പോയത്. കേറി പോടാകത്ത്. പോടാ. ആഹാ, കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി കൊടുത്ത ചിഞ്ഞ് പോന്നാ പോരാ കേട്ടോ. കുജിയച്ച, ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ, പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. തോമാച്ചനും മത്തായിക്കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി, ഇറങ്ങ്. ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണോ മത്തായിക്കുട്ടി? ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാരി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ. പോയിട്ട് വരും മക്കളെ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ഇച്ചായന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ? വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ. വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങൂല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രപ്പോസൽ അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ, ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ. ഈ തങ്കച്ച ആളെങ്ങനെയാ? അയ്യോ, വളരെ നല്ല സ്വഭാവക്കാരനാ. അല്ല, കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ? മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്ന് എത്താനേ സാധ്യതയുള്ളൂ. നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. പോൾസനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ, പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ലാൻ. കല്യാണ ഡ്രസ്സ് അവര് ചുങ്കത്രന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ? നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോരുത്. ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ഇച്ചായൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ? റോയ്ച്ച, നീ എന്റെ പണി നോക്ക്. വരുന്നുണ്ട്. ചുങ്കത്രയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. കല്യാണ ഡ്രസ്സ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചായന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞാ പാലിക്കുന്നവരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞാ ഇവിടുന്ന് എടുക്കൂ. വരൂ, നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയണേ. അല്ല, അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം. അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്. നിങ്ങൾ ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിൽക്കേ. വാ. അവിടെ നിൽക്കേ. പോയിട്ട് വരാം. എവിടേക്കാ പോണേ?
നമുക്കിവിടെ വല്ലതും സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന്. അല്ല, ഞാനെന്താ പറഞ്ഞേ? കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് അവിടെ വന്ന് കയറി. ഞാനവരെ ഒതുക്കി. രാത്രിക്ക് രാത്രി. ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിപ്പം വരാം. എടുക്കണ്ടേ? ഷെർലി ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാം സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞേ. തമാശ പറഞ്ഞാണോ? പകുതി തമാശയായിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞേ. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി. അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്. അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട, അത് തന്നോടുള്ള സോഫ്റ്റ് കോർണർ അല്ല, തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷനാണ്. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഭരത ബന്ധുക്കളിൽ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ. ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. കല്യാണ നിശ്ചയവും മനസ്സമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? അതും പെണ്ണ് വീട്ടുകാർ വേണ്ടെന്ന് വെച്ചാ. തോമാച്ചന്റെ മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണടാ നമ്മുടെ വിജയം. അങ്കിൾ എന്തോന്നായി പറയുന്നേ? ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. കല്യാണം നടന്നെങ്കിലല്ലയോ? നിങ്ങൾ നോക്കിക്കോ, കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന്. എന്നാ കാര്യം തെളിച്ചു പറയാങ്ങളെ. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കൊച്ചച്ഛനാ. അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ അയാളെത്തും. നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം. അയാളെത്തി നമുക്കെന്താ ഗുണം? കാണാൻ പോകുന്ന ദൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? മോനെ, അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ അമ്മച്ചി കല്യാണത്തിന് മുമ്പ് ദൈവച്ചിരിങ്ങ് എത്തും. അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാടാ ഒരു സമാധാനം? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ഇല്ലയാ കൊച്ച, ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് മതി.
എന്തായിരുന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പൊ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനമെടുക്കാനും മൂന്നും കൂടി ഒന്നിച്ച് വിളിച്ചൊരു കല്യാണം നടത്താനും അവരെന്നെ അത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേർ വീട് മാറി ഇവിടെ പെണ്ണ് കാണാൻ വന്നത്. പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാര്. മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല. കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങ് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ. പിന്നിപ്പൊ എന്തോ നടാ ഒരു കുഴപ്പം? അമ്മച്ചി, ഇഞ്ചക്കാടന്മാർക്ക് പണവും പ്രതാപവും ഉണ്ടെന്ന് കരുതി എല്ലാം തേഞ്ഞവന്മാരാണെന്ന് അമ്മച്ചി കരുതണ്ട. എടാ, ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം? നമ്മളെ പോലെ തന്നെ തറവാട്ടുകാരാവരും. അവന്മാർ തറവാട്ട് ഗുണത്തെ പറ്റിയൊന്നും അമ്മച്ചി ഇപ്പൊ പറയണ്ട. ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ. ഒക്കെ പറയാമച്ചി, പക്ഷെ അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്കൊന്നറിയണം. എന്നാ കാര്യോ? എല്ലാം പറയാം.